ബസ് സമരത്തിൽ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത കമ്മീഷണർ ചർച്ച നടത്തും. പാലക്കാട് വെച്ചാണ് ചർച്ച. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ സൂചനാ സമരവും 22 മുതൽ അനിശ്ചിതകാല സമരവും ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിരുന്നു. RB സനൂപ് ചേരുന്നു. സനൂപ്, എപ്പോഴാണ് ചർച്ച? എന്തൊക്കെയാണ് ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ? ധന്യ, സ്വകാര്യ ബസ് ഉടമകളുമായിട്ട് ഗതാഗത കമ്മീഷണർ CH നാഗരാജു നടത്തുന്ന ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് വെച്ചാണ് ഈ ചർച്ച നടക്കുന്നത്. നാളെയാണ് ബസ് ഉടമകൾ സംയുക്തമായിട്ട് സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ കൺസെഷനിൽ കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. നേരത്തെ തന്നെ ഇവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. നിലവിലുള്ള 1 രൂപ 5 രൂപയെങ്കിലുമായിട്ട് ഉയർത്തണമെന്നുള്ള കാര്യം. അത് സർക്കാർ ഒരു കമ്മീഷനെ, രവിരാമൻ കമ്മീഷനെ നിയോഗിച്ച് പഠിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ടിന്മേൽ ഒരു തീരുമാനം ഇതുവരെയും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഗത്യന്തരമില്ലാതെ ഒരു സൂചനാ സമരത്തിലേക്ക് ആദ്യം പോകാൻ വേണ്ടി ഇപ്പോ സ്വകാര്യ ബസ് ഉടമകൾ തീരുമാനിച്ചിട്ടുള്ളൂ എന്ന കാര്യം അവർ അറിയിക്കുന്നത്. ഇതിൽ തീരുമാനമായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാര്യമായിട്ട് തന്നെ ഇത് ബാധിക്കും ഈ സമരം മുമ്പോട്ട് പോവുകയാണെങ്കിൽ. അതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഗതാഗത കമ്മീഷണറോട് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇവരുമായിട്ട് ചർച്ച നടത്താൻ അറിയിപ്പ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് വെച്ച് ചർച്ച നടക്കുന്നത്. ചർച്ചയുടെ ഒരു പുരോഗതി അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കൂടി ഓൺലൈനായിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുള്ളത്. മന്ത്രി ഇപ്പോൾ തൃശ്ശൂരുണ്ട്. അതുകൊണ്ട് നിലവിൽ ചർച്ചയുടെ പുരോഗതി അദ്ദേഹത്തെ അറിയിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ ബസ് ഉടമകളുമായിട്ട് അദ്ദേഹം ഒരു ഓൺലൈൻ ചർച്ച നടത്തുക. എന്തായാലും ഈ കാലോചിതമായിട്ടുള്ള മാറ്റം വേണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ലാത്ത പക്ഷം സമരവുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനവും. ശരി സനൂപ്.